ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിൽ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു. അതേക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈശോ ഈ ഭൂമിയിലേക്ക് വരാൻ തിരുമനസ്സായപ്പോൾ ഈശോയ്ക്ക് കടന്നു വരാനായി ദൈവം ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തു. പരിശുദ്ധ മറിയത്തെയാണ് ദൈവം അതിനായി തിരഞ്ഞെടുത്തത്. പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. ഈശോ നമ്മോട് പറയുന്നതും അതുതന്നെയാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ അമ്മയിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരേണ്ടത് എൻ്റെ അമ്മയിലൂടെയാണ്. അതെ, ഈശോ മാതാവിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് നാം ഈശോയിലേക്ക് എത്തേണ്ടത് അമ്മയിലൂടെയാണ്. വിമല ഹൃദയ സമർപ്പണം നടത്തുമ്പോൾ നമ്മിൽ ഈശോയുടെ സ്നേഹം ശക്തമായി നിറയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ മാതാവിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. അതെന്തായിരുന്നു? അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നതാണ് അത്. അമ്മയുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ ദൈവിക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. ദൈവിക രഹസ്യങ്ങളെല്ലാം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന സ്ഥലമാണ് മാതാവിൻ്റെ ഹൃദയം. മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നാം സ്വയം സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് ലഭിക്കും. അതായത് ജ്ഞാനം. എല്ലാ കടബാധ്യതകളുടെയും പിന്നിലുള്ളത് ജ്ഞാനമില്ലായ്മയാണ്. എല്ലാ കടബാധ്യതകളുടെയും പിന്നിൽ ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ജ്ഞാനമില്ലായ്മയുണ്ട്. ബിസിനസ് ചെയ്യുമ്പോൾ നഷ്ടം വരുന്നതും ലോൺ എടുത്തു പണിത വീട് വിൽക്കേണ്ടി വരുന്നതിനും പിന്നിൽ എല്ലാം ജ്ഞാനമില്ലാത്ത തീരുമാനമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ നടപ്പിലാക്കാവൂ. കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കണം. ദൈവം ഒരുക്കിയ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. ദൈവം ക്രമീകരിക്കുന്ന, അനുവാദം നൽകുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. ദൈവം ഇപ്പോൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ സ്ഥലം വാങ്ങേണ്ടതുണ്ടോ? ഇവിടെയാണോ ഞാൻ വീട് പണിയേണ്ടത്? മകളെ ഇവിടെയാണോ പഠിപ്പിക്കാൻ അയക്കേണ്ടത്? ഇതിനെല്ലാം കൗൺസിലേഴ്സിൻ്റെ പുറകെ മറുപടി തേടി പോകാൻ പറ്റുമോ? ധ്യാന കേന്ദ്രങ്ങൾ കയറിയിറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇതിന് ദൈവിക രഹസ്യം അടങ്ങിയിരിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ആവശ്യമുണ്ട്. അതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം. ഇവയ്ക്കുള്ള ജ്ഞാനം പറഞ്ഞു തരുന്നത് അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ വിമല ഹൃദയത്തിന് നാം സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടു പോകാനുള്ള വഴി മാതാവ് പറഞ്ഞു തരും. നമുക്ക് ജ്ഞാനം കിട്ടും. ജ്ഞാനം പകർന്നു കിട്ടുന്നത് PhD ബിരുദത്തിലൂടെയല്ല. അല്ലെങ്കിൽ PhD ഉള്ളവർക്ക് ഈ ജ്ഞാനം കിട്ടണമെന്നില്ല. ജ്ഞാനം നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. ദൈവവചനത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലായി കിട്ടും. എന്തിന്? പ്രായോഗികമായ ജ്ഞാനം പകർന്നു നൽകും. നാം എന്താണ് ചെയ്യേണ്ടതെന്നും ഓരോ അവസരത്തിലും എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടതെന്നും മാതാവ് പറഞ്ഞു തരും. ഇങ്ങനെയൊരു ദൈവീകമായ ജ്ഞാനം കിട്ടാൻ കൂടിയാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നാം സ്വയം സമർപ്പിക്കുന്നതും വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നതും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തുന്നത്? അർത്ഥമറിഞ്ഞും മനസ്സിലാക്കിയും വേണം നാം ഓരോന്നും ചെയ്യേണ്ടത്. വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് കേൾക്കുമ്പോഴേ അത് ഉടനടി നടത്തരുത്. അത് എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. മറിയത്തിൻ്റെ ആന്തരിക ജീവിതത്തെ പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് വിമല ഹൃദയം. പരിശുദ്ധ മറിയത്തിന് ഒരു ആന്തരിക ജീവിതമുണ്ട്. പുറമേക്ക് നാം കാണുന്ന രൂപങ്ങളോ ചിത്രങ്ങളോ അല്ല മാതാവ്. നാം പുറമേക്ക് കാണുന്നത് മാതാവിൻ്റെ ബാഹ്യരൂപമാണ്. ആ രൂപം എന്താണോ സൂചിപ്പിക്കുന്നത്, ആ രൂപത്തിന് ഒരു ആന്തരിക ജീവിതമുണ്ട്. മറിയത്തിൻ്റെ ആന്തരിക ജീവിതത്തെ വിശദമാക്കുന്ന ഒരു ഭക്തനാമമാണ് വിമല ഹൃദയം. ഒരു വ്യക്തിയെ പുറമേക്ക് നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് നാം കരുതുന്നു. അയാളുടെ ഉള്ളിൽ നടക്കുന്നത്, അയാൾ വിചാരിക്കുന്നത്, അയാളുടെ നിരീക്ഷണം, ഇതൊന്നും നമുക്ക് അറിയില്ല.
ബാഹ്യമായി കാണുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്ന ആൾ അങ്ങനെയാകണമെന്നില്ല. ആ വ്യക്തി എന്താണ് എന്ന് അയാൾ ഒറ്റയ്ക്ക് മാത്രമാകുമ്പോഴാണ് അറിയുന്നത്. മാതാവിൻ്റെ ആന്തരിക ജീവിതം എന്നാണ് വിമല ഹൃദയം കൊണ്ട് അർത്ഥമാക്കുന്നത്. അമ്മ എങ്ങനെയാണ് പങ്കുവച്ചത്, സ്നേഹിച്ചത്, തൻ്റെ ജീവിതം ബലിയാക്കിയത്, അമ്മ എങ്ങനെയാണ് ചിന്തിച്ചത്, ഇതിനെ കുറിക്കുന്ന വാക്കാണ് വിമല ഹൃദയം. മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നാം പ്രതിഷ്ഠിക്കുമ്പോൾ മാതാവ് എന്താണോ ആ സ്വഭാവത്തിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ ആന്തരിക ജീവിതത്തിൻ്റെ തിരുനാളാണ് വിമല ഹൃദയ തിരുനാൾ. മാതാവിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും അമ്മയുടെ ചിന്തകളും സ്നേഹവും കാര്യങ്ങളെ കണ്ട രീതി, പങ്കുവച്ച രീതി, ഇതെല്ലാമാണ് വിമല ഹൃദയം കൊണ്ട് അർത്ഥമാക്കുന്നത്. മാതാവിനെക്കുറിച്ച് എവിടെ പറഞ്ഞാലും അവിടെ അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പൂർണ്ണമായും പൂർണ്ണതയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിൽ മാത്രമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ അഭിഷേകം പലരിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി പരിശുദ്ധ അമ്മയിൽ മാത്രമാണ് ഇറങ്ങി വന്നത്. അതായത് പൂർണ്ണ അർത്ഥത്തിൽ. അങ്ങനെ ഇറങ്ങി വന്നാലേ യേശുവിൻ്റെ മനുഷ്യാവതാരം നടക്കൂ. പല കാര്യങ്ങളിൽ ഒന്നു മാത്രമായി ദൈവത്തെ ഒതുക്കരുത്. മാതാവിന് മാതാവിൻ്റേതായിട്ട് ഒരു ചിന്തയോ ജീവിതമോ ഇല്ല. മാതാവിൻ്റെ ഹൃദയത്തിൽ പിതാവും പരിശുദ്ധാത്മാവും ഈശോയും ഈശോ വഴി നേടിയെടുക്കണമെന്നാഗ്രഹിക്കുന്ന ആത്മാക്കളുമാണ് ഉള്ളത്. മാതാവിന് മാതാവിൻ്റേതു മാത്രമായ ചിന്തയോ ലോകമോ ഇല്ല. ഈശോ മാത്രമാണ് അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുമ്പോൾ ഈശോയിലേക്കാണ് നാം നമ്മുടെ ഹൃദയം സമർപ്പിക്കപ്പെടുന്നത്. മാതാവിലൂടെ അല്ലാതെ നേരിട്ട് ഈശോയ്ക്ക് നമ്മുടെ ഹൃദയം സമർപ്പിച്ചുകൂടെ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. പക്ഷേ സ്വന്തം ഹൃദയം ഈശോയ്ക്ക് നേരിട്ട് നൽകാൻ മാത്രം നാം ആരും വിശുദ്ധരല്ല. അതുകൊണ്ടാണ് 33 ദിവസത്തെ പ്രാർത്ഥനയോ വിമല ഹൃദയ പ്രതിഷ്ഠാ ജപം ചൊല്ലിയോ അല്ലെങ്കിൽ ഒരു ജപമാല ചൊല്ലിയോ അമ്മയുടെ വിമല ഹൃദയത്തിന് നാം സമർപ്പിക്കുന്നത്. അങ്ങനെ വിമല ഹൃദയ പ്രതിഷ്ഠാ ജപം ചൊല്ലിയോ മറ്റേതെങ്കിലും പ്രാർത്ഥനകളിലൂടെയോ നാം നമ്മുടെ ഹൃദയം മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചാൽ അമ്മ അത് തൻ്റെ ഹൃദയത്തിൽ വെച്ച് കഴുകി ഈശോയുടെ ഹൃദയത്തിന് സമർപ്പിക്കും. കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് അമ്മ ഈശോയ്ക്ക് നൽകുന്ന നമ്മുടെ ഹൃദയത്തെ സാത്താന് പിന്നെ ഒരിക്കലും തൊടാനാവില്ല. അതുകൊണ്ടാണ് അമ്മ വഴി നാം വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നത്. ഇനി വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഈ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ.